വയനാട് പച്ചിലക്കാട് പടിക്കംവയലിൽ ഇറങ്ങിയ കടുവയ്ക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. വയനാട് വന്യജീവി സങ്കേതത്തിലെ 112 നമ്പർ ആൺകടുവയാണ് ഈ പ്രദേശത്ത് കണ്ടതെന്ന് മനസ്സിലായി. കടുവയ്ക്ക് 5 വയസ്സ് പ്രായം. സുർജിത്ത് അയ്യപ്പത്ത് ഈ വയനാട്ടിലെ പടിക്കംവയലിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. സുർജിത്തെ, കടുവയെ കൊണ്ടോ നോക്കി നിൽക്ക്, കാര്യം പറയൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഞാനുള്ളത് പടിക്കംവയലിലാണ്. പടിക്കംവയലിലെ തോട്ടത്തിനകത്താണ് ഇന്നലെ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത്. പക്ഷേ അതിനുശേഷം അതിനെ കാണാത്തൊരു സ്ഥിതിയുണ്ട്. പ്രത്യേകിച്ച് മഞ്ഞാണ്, നല്ല തണുപ്പുണ്ട്. സ്വാഭാവികമായും അതിനെ ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണത്തിൽ ഇന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് രാവിലെ തന്നെ ഇപ്പോൾ RRT സംഘം എത്തിയിട്ടുണ്ട്. ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. 3 റേഞ്ച് ഓഫീസർമാർ ഇപ്പോൾ തന്നെ ഇവിടെയുണ്ട്. ബേഗൂർ റേഞ്ച് ഓഫീസർ രഞ്ജിത്ത്, അതോടൊപ്പം തന്നെ മാനന്തവാടിയിൽ നിന്നും ഉള്ള റേഞ്ച് ഓഫീസർ റോസ്മേരി, ഹരിലാൽ ഉൾപ്പെടെയുള്ള റേഞ്ച് ഓഫീസർമാർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിലുള്ള RRT സംഘവും സജ്ജമായി നിൽക്കുകയാണ്. ഇതിനുശേഷം നേരെ ഇതുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻസ് ആരംഭിക്കാനുള്ള നീക്കമാണ്. നോർത്ത് DFO ഇവിടേക്ക് എത്തുന്നുണ്ട്. അതിനുശേഷമാകും ഓപ്പറേഷൻ തുടങ്ങുക. എന്തായാലും ഇതിൻ്റെ റഡാറിൽ ഇന്നലെ വൈകിട്ട് ഈ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു. അതായത് ഇത് വയനാട് വൈൽഡ് ലൈഫിന് കീഴിലുള്ള 112 നമ്പർ ആൺകടുവയാണ് എന്നുള്ള സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പഗ് മാർക്ക് ഉൾപ്പെടെ ഇന്നലെ പരിശോധിച്ചു. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ ലഭിച്ചു. ഇതിൻ്റെ എല്ലാം തന്നെ അടിസ്ഥാനത്തിൽ അത്തരത്തിലുള്ളൊരു നീക്കം, അതായത് ഇതിനെ കണ്ടെത്താനുള്ള നീക്കമാണ് നടക്കുന്നത്. എങ്ങനെയാണ് ജനവാസ മേഖലയിലേക്ക് എത്തിയതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് വ്യക്തത വരേണ്ടത്. സാർ, എങ്ങനെയാണ് ഇന്ന് ഓപ്പറേഷൻ? അല്ല, സ്റ്റാർട്ടിങ് ആൾക്കാർ വരുന്നവൾ, DFOമാരൊക്കെ വരുന്നവൾ. എന്തായാലും ഓപ്പറേഷൻ ആരംഭിക്കാനുള്ള ഒരുക്കമാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ നടത്തുന്നത്. അതായത് എങ്ങനെ ഇത് ജനവാസ മേഖലയിലേക്ക് എത്തി എന്നുൾപ്പെടെയുള്ള കാര്യമാണ് ഇപ്പോൾ ഒരു ആശങ്കയായി നിലനിൽക്കുന്നത്. ഒരുപക്ഷെ ഇതുവരെ ഒരു മൃഗത്തെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ല. ഒരുപക്ഷെ ഇത് പാസിംഗ് ആവും എന്നുള്ളതാണ് കരുതുന്നത്. ഈ കാട്ടിൽ നിന്നും അടുത്ത കാട്ടിലേക്ക് ഒരു പാസിംഗ് ആകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. എന്തായാലും രാവിലെ തന്നെ കടുവയെ തേടിയുള്ള ഒരു അന്വേഷണം, ഒരു തെരച്ചിൽ ആരംഭിക്കും. പൂർണ്ണ സജ്ജമാണ്. വിവിധയിടങ്ങളിൽ ബത്തേരിയിൽ നിന്നും അതോടൊപ്പം തന്നെ മാനന്തവാടിയിൽ നിന്നും അടക്കം കൽപ്പറ്റയിൽ നിന്നടക്കം RRT സംഘം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടക്കുക. രാവിലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കും. അല്പസമയത്തിന് തന്നെ ആരംഭിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.